അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് കൂറത്തങ്ങൾ അവരുകൾ ഇന്ന് ആരുടെ മണ്ണിലാണ്. വലിയ പാഠമാണ് ഈ ഒരു മരണം. ഇന്ന് ഖബറിൻ്റെ അരികിൽ ഖുർആൻ ഓതുന്ന ഈ ദൃശ്യം ഇത് കാണുമ്പോൾ ഓടി വരുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ഒരു വാക്കാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു, കാരണം ഇത്തരത്തിലുള്ള ഖുർആൻ പാരായണം വളരെ മോശമായി കാണുന്നവരുണ്ട്. ഇത് പ്രതിഫലമില്ല എന്നും ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഈ സമുദായം മുൻഗാമികൾ ചെയ്തതുപോലെ ചെയ്യാതെ ഈ ഉമ്മത്തിന് തീർച്ചയായും വിജയമുണ്ടാവുകയില്ല. ഈ ഉമ്മത്തിൻ്റെ വിജയം എന്നുള്ളത് മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അന്നഹും ഔസു, തീർച്ചയായും മുൻഗാമികൾ വസിയത്ത് ചെയ്യുമായിരുന്നു, ഐ യുഖ്റഉ ഇൻദ ഖുബൂരിഹിം, അവർക്കുള്ള ഖബറിൻ്റെ അരികിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി. അങ്ങനെ വസിയത്ത് ചെയ്യുകയും ആ വസിയത്ത് പോലെ ഖബറിൻ്റെ അരികിൽ പാരായണം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനും ഇബ്നു ഉമർ റളിയല്ലാഹുവിനു സൂറത്തുൽ ബഖറ ഖബറിൻ്റെ അരികിൽ ഓതാൻ വേണ്ടി വസിയത്ത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനു ഇതിനെക്കുറിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ഇതിൻ്റെ ഹദീസുകൾ കണ്ടപ്പോൾ ഹംബൽ റളിയല്ലാഹു സുമ്മ റജ, പിന്നെ ആ അഭിപ്രായത്തിന് പിന്മാറുകയും ഖുർആൻ ഓതാൻ കൽപ്പിക്കുകയും ചെയ്തതായി കാണാം. ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ഹസൻ ഇബ്നു സ്വബാഹുൽ ജഅഫറാൻ റളിയല്ലാഹു ചോദിച്ചു, ഇങ്ങനെ ഖബറിൻ്റെ അരികിൽ ഖുർആൻ ഓതുന്നതിനെ കുറിച്ച്. ഷാഫി റളിയല്ലാഹു പറഞ്ഞു, ലാ, ഇത്തരത്തിലുള്ള ഈ ഖുർആൻ പാരായണം കൊണ്ട് തെറ്റൊന്നുമില്ല, ഓതാം എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നത്. ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തതായും അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതായി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മരണമെന്ന് പറയുന്നത് മരിക്കലോടുകൂടി എല്ലാം അസ്തമിച്ചല്ല, റൂഹിയായ ബന്ധം. ഖബറിൽ ചോദ്യങ്ങളുണ്ട്, അവരൊക്കെ ശരിക്കും അറിയുന്നുണ്ട്. ഇതുള്ള ഹദീസിൽ കണ്ടതാണ്, ഹദീസുള്ളതാണ്. ഖബറിൻ്റെ അരികിലുള്ളവർ പിരിഞ്ഞു പോകുമ്പോൾ അവസാനം പോകുന്ന ആളെ പോലും അറിയുമെന്ന്, നാം ഖുർആൻ ഓതുന്നത് അവർക്ക് അറിയുമെന്നും അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബാദികൾ ആരെല്ലാം ഉണ്ട്, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, അത് നമ്മുടെ ബാധ്യതയാണ്. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയണമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിച്ചതാണ്. ഇത്തരത്തിലുള്ള കാര്യം അത്ഭുതപ്പെടുത്തുന്നുണ്ട് സയ്യിദുടെ ഖബറിൽ ഖുർആൻ പാരായണം കാണുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷകരമായൊരു വിഷയം കൂടിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും.